ചേച്ചി ഇല്ലാതെ ആയിക്കഴിഞ്ഞാൽ പുള്ളിക്കാരി രണ്ടെണ്ണം അടിച്ച് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് തെറിയും പൂരപ്പാട്ടും അടിയാവും. ചിലപ്പോൾ അത് ബ്രദറിനെ വരെ ദോഷം ചെയ്യും. അപ്പോൾ പുള്ളി പറഞ്ഞു ഇത് കണ്ടില്ലേ നീ അന്നത്തെ. ഞാൻ പറഞ്ഞു അതാ പറഞ്ഞത് ഇതിൻ്റെ ബാക്കി നടക്കും വേണോ ചോദിച്ചോ. പുള്ളി പറഞ്ഞു നിവൃത്തികേട് കൊണ്ട് ഞാൻ ചെയ്യണം. അതായത് നിവൃത്തികേട് എന്ന് പറഞ്ഞപ്പോൾ അതുപോലെ നിവൃത്തികേട്. ട്രസ്റ്റിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇന്ന ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് ഞാൻ അപ്പോൾ അതിനൊന്നും വീഡിയോ ചെയ്യണോ അല്ലെങ്കിൽ അതിനു വേണ്ടി ഞാൻ ഉത്സാഹിക്കുന്നില്ല. കാരണം വെച്ചാൽ ഇവർ കിട്ടുന്ന ഫണ്ടുകൾ പല വഴിക്ക് തിരിക്കുന്നു. അത് മാത്രമല്ല വിദേശ ഫണ്ട് സ്വീകരിക്കാൻ ചാരിറ്റബിൾ ട്രസ്റ്റിന് പറ്റില്ല, FCRA ലൈസൻസ് ഇല്ല. അതുകൊണ്ട് ബ്രദർ പുറത്തു പോയ സമയത്ത് ബ്രദറിൻ്റെ ഫോൺ കോളുകൾ പലതും ചേച്ചിക്ക് ഡൈവേർട്ട് ഇട്ടിരുന്നത്. ചേച്ചി ഇതിലെല്ലാം സംസാരിക്കുകയും അവരോട് സംസാരിച്ച് പലതരത്തിലുള്ള എമൗണ്ടുകൾ അക്കൗണ്ടിൽ സ്വീകരിച്ചിട്ടുണ്ട്. അത് ചേച്ചിയുടെ അക്കൗണ്ടിൽ മാത്രമല്ല ചില സ്റ്റാഫുകളുടെയും ചേച്ചിക്ക് വേണ്ടപ്പെട്ട പല വ്യക്തികളുടെയും ബന്ധുക്കാർക്ക് അക്കൗണ്ടിൽ സ്വീകരിച്ചിട്ടുണ്ട്. അതിനെല്ലാം പ്രൂഫ് പുള്ളിക്ക് കിട്ടിയിട്ടുണ്ട്, പുള്ളിക്കറിയാം. അപ്പം ഇത് ചോദിച്ചപ്പോൾ ഇപ്പോൾ ഇവർ തമ്മിൽ ഭയങ്കര പൂട്ടിയാണ്. കാരണം പുള്ളിക്കാരി ഒരു കാരണവശാലും അക്കൗണ്ട് ഡീറ്റെയിൽ പുറത്തു വിടുന്നില്ല. അത് അക്കൗണ്ടിൽ വന്ന പേയ്മെൻറ്റിൻ്റെ കണക്കോ കാര്യങ്ങളോ ഒന്നും പുറത്ത് ഒരു കാരണവശാലും പറയുന്നില്ല. ഇത് ഇവർ പരസ്പരം പറഞ്ഞാൽ തീർന്നു വരെ ഫാമിലി പ്രശ്നം. ഇത് പറഞ്ഞാൽ തീർന്നു 100%. അപ്പോൾ ഇത് പറയുന്നില്ല. ഇത് മാത്രമല്ല ഇങ്ങനൊരു ബിൽഡിങ് കാര്യങ്ങൾ ചേച്ചി മേടിച്ചു. അപ്പോൾ പുള്ളി അന്വേഷിച്ചപ്പോൾ അതിൽ കൊടുത്ത എമൗണ്ട് മാത്രമല്ല വലിയൊരു എമൗണ്ട് ബ്ലാക്ക് ആയിട്ടും പോയിട്ടുണ്ട്. ഇതിൻ്റെ സോഴ്സ് എനിക്കറിയണം. അത് ഞാൻ അവളോട് ചോദിച്ചിട്ട് അവൾ പറയുന്നില്ല. പിന്നെ അത് മാത്രമല്ല ഇനി ജനങ്ങൾ തരുന്ന പൈസ ഇതേപോലെ പുറത്തു പോയിക്കുന്ന ഉണ്ടാവാൻ പോണ വിഷയം നാളെ ഇത് ഇവർ പറയാതെ NIA അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കയറി പിടിച്ചു എന്ന് വിചാരിച്ചു എന്താ ഉണ്ടാവുക? ഈ ഇരിക്കുന്ന മനുഷ്യനല്ലേ ഏറ്റവും വലിയ കള്ളനാവുക. കാരണം ഇങ്ങനെയല്ല അതിൻ്റെ ഡയറക്ടർ. ഇവൻ പാകിസ്ഥാൻ ചാരനാവും. ഇപ്പം തന്നെ കമൻറ്റ് കണ്ടില്ലേ? ഇതിൻ്റെ അപ്പുറം വിഷയങ്ങളാവും. പറയാതെ ഇരിക്കാൻ പറ്റുന്ന വിഷയമല്ലോ. അതുകൊണ്ട് പുള്ളി ഇത് പറഞ്ഞു. ഞാൻ ഇത് പുറത്ത് പറയുന്നില്ല, പക്ഷെ ലീഗലി ഇതിന് വേണ്ട ആക്ഷൻസ് എടുക്കാൻ ഞാൻ തീരുമാനിച്ചു. ചിലപ്പോൾ എനിക്കും അതിലെന്തെങ്കിലും പണിഷ്മെൻറ്റ് കിട്ടും. ഇനി ഞാൻ കുറ്റക്കാരനാണെങ്കിൽ എന്നെ തപ്പട്ടെ. കാരണം എനിക്ക് പേടിയില്ല. കഴിഞ്ഞ പ്രാവശ്യം പുള്ളിയുടെ അക്കൗണ്ട് പുള്ളി ഇടി കയറിയതാണ്. അന്ന് എന്നെ പുള്ളി വിളിച്ചു പറഞ്ഞു നീ ബിസിനസ് ചെയ്യുന്നതാണ് സൂക്ഷിക്കണം കേട്ടോ, ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്നത് എനിക്കിപ്പോൾ പണി കിട്ടിയിട്ടുണ്ട് നീ സൂക്ഷിക്കും. ഞാൻ പറഞ്ഞു എനിക്ക് ഒരു പ്രശ്നമില്ല, എൻ്റെ ഫുൾ അക്കൗണ്ട്സ് ഓഡിറ്റിംഗ് നടക്കുന്നതാണ്. ഞാൻ പറഞ്ഞു പുള്ളിയോട്, ഞാൻ കാണിച്ചാൽ. അപ്പോൾ ഇതേപോലെ പുള്ളി എന്നോട് പറഞ്ഞു എനിക്ക് യാതൊരു പേടിയില്ല, ജിജി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റവൾ ഇതാക്കണം, അല്ലെങ്കിൽ അവൾ ആ തെറ്റ് സറണ്ടർ ചെയ്ത് ജനങ്ങളുടെ പൈസ ജനങ്ങൾക്ക് തിരിച്ചു കൊടുക്കണം. അത് ഒരു രൂപ പോലും പുള്ളിക്ക് വേണ്ട, പുള്ളിയുടെ കുടുംബക്കാർക്കും വേണ്ട. ഇത് ചാരിറ്റബിൾ ട്രസ്റ്റാണ്. ഇതിൻ്റെ ഫണ്ട് ആർക്കും എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. നാളെ ഇവരിലേക്ക് ഗവൺമെൻറ്റിലേക്കേ പോകുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവകാശപ്പെട്ട കാര്യങ്ങൾ നടക്കണം. അതുപോലെ പല സ്ഥലങ്ങളിൽ നടക്കേണ്ട പണികളും പെൻഡിങ് ആണ്, പൈസ അല്ലാത്തതുകൊണ്ട്. അത് ഈ കാശെടുത്ത് തിരിച്ചിരിക്കുക. അപ്പോൾ അത് അങ്ങോട്ട് വെച്ച് ആ പണി കംപ്ലീറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇതാവില്ല നാളെ എന്തെങ്കിലും പിടുത്തം വന്നു കഴിഞ്ഞാൽ ഞാനാവും പാകിസ്ഥാൻ ചാരൻ, മതം മാറിയാൽ മറ്റേത് മറിച്ചെന്ന് പറഞ്ഞാൽ ആളുകൾ ഇട്ട് ആഘോഷിക്കും. ജിജിയുടെ കാര്യമൊന്നും അവിടെ പറഞ്ഞേക്കൂല. പിടിച്ചപ്പോൾ കുറ്റം ഭാര്യയ്ക്ക് ഇട്ട് കൊടുത്താൽ പറയത്തുള്ളൂ. അതുകൊണ്ട് ഇത് വിഷയം വിട്ടാൽ പറ്റില്ലടാ. അതുകൊണ്ട് ഞാനിത് ലീഗലി ആക്ഷൻ എടുക്കാൻ പോവാണ്. ഓൾറെഡി അതിൻ്റെ കാര്യങ്ങൾ നീക്കുവൊക്കെയായിട്ടുണ്ട്. പക്ഷേ എന്നാലും ജനങ്ങൾക്കുള്ള സേവനം മുടങ്ങാതിരിക്കാൻ എനിക്ക് ഇങ്ങനൊരു ഇതാവശ്യമാണ്. പിന്നെ ഈ കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്ന സംഭവം ആയതുകൊണ്ട് ഒരിക്കലും ഫാമിലി മെമ്പേഴ്സ് പറ്റില്ല. അതിപ്പോൾ അവർ 3 പേരുണ്ടെങ്കിൽ 4 പേരെല്ലാം പുറത്തുനിന്ന് വേണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം.